ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയുടെ സമ്മർദ്ദം തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നു എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ചർച്ചകൾക്കുള്ള അമേരിക്കയുടെ ആഹ്വാനങ്ങൾ ഇറാൻ നേരത്തെ തന്നെ നിരസിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 7-ന് വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് ഈ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നത്. ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനു പിന്നിലെ പ്രധാന കാരണം അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ നിൽക്കുന്ന ഇറാനുമായൊരു യുദ്ധത്തിനുള്ള കെൽപ്പൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇല്ല എന്നതാണ്. അതിനാൽ ഒരു യുദ്ധത്തിന് ട്രംപായിട്ട് തുടക്കമിടാനും ഒരിക്കലും പോകുന്നില്ല. അതിനുള്ള കാരണം പിന്നീട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അവർ വലിയ അപകടത്തിൽ പെടുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുകയുണ്ടായി. അത്തരത്തിലൊരു നീക്കത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ പിന്നെ അതിന് മറുപടി പറയുക ഇറാന്റെ ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ആയിരിക്കുമെന്നതിലും ഒരു സംശയവുമില്ല. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള മിസൈലുകൾ ഇറാന് സജ്ജമാക്കിയിട്ടുമുണ്ടെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിക്ഷേപിക്കാൻ തയ്യാറായി ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിൽ സുരക്ഷിതവുമാണ്. അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആണവ കരാറുമായി ബന്ധപ്പെട്ട നിരന്തര ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വൈകുന്നതിൽ ഏറെ പ്രകോപിതമായിട്ടാണ് ഇറാന് നേരെ ബോംബ് ഭീഷണി പ്രധാനമായിട്ടും ഉയർത്തിയിരുന്നത്. ഇറാനിൽ ബോംബിടാൻ നെതന്യാഹുവിന് പണ്ടേ ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ മെർവൻ ബിഷാര അഭിപ്രായപ്പെട്ടത്. പക്ഷേ ട്രംപ് വളരെ കാലമായി ഒരു കരാർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധം ദുർബലമായെന്ന വിശ്വാസത്തിലാണ് നെതന്യാഹു നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ മുൻനിർത്തി ഇറാനെ അവസാനിപ്പിക്കാൻ ആണവ ചർച്ച ഒരു മികച്ച അവസരമൊരുക്കി മാറ്റാൻ നെതന്യാഹു കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യത അർത്ഥശൂന്യമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിക്ക് അയച്ച കത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞതിന് പിന്നാലെ കൂടെയാണ് അദ്ദേഹം തന്റെ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. 2018-ൽ തന്റെ ആദ്യ ടൈമിൽ ട്രംപ് 2015-ൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും അതുപോലെ ഉപരോധങ്ങൾ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടിയുമായിരുന്നു സ്വീകരിച്ചിരുന്നത്. തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ മേഖലയിലെ അമേരിക്കയുടെ പരമോന്നത സഖ്യകക്ഷിയായ ഇസ്രായേലിനും അപ്രഖ്യാപിത ആണവായുധ ശേഖരം ഉണ്ടെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നെതന്യാഹുവിന്റെ സമക്ഷത്തു നിന്ന് തന്നെ ആയിരുന്നു ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നത്.